ഹായ്. അപ്പോൾ കുറേ ആയല്ലോ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന്. സോ ഇന്ന് ലോങ് വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാൻ പോവാണ്. ഇപ്പോൾ പോയ ആളുണ്ടല്ലോ, അത് ജൂണോ. ഞാൻ വീഡിയോ എടുക്കട്ടെ. അത് ജൂണോ. ഓക്കെ, ഇത് ജൂണോ. ഇത് എൻ്റെ ആദ്യത്തെ കുട്ടിയാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന ആദ്യത്തെ ആൾ ജൂണോ ആണ്. എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഈ കാണുന്നത്. ഓക്കെ, എനിക്ക് ഷെഫിൻ ഗിഫ്റ്റ് ചെയ്തതാണ് ജൂണോനെ. രണ്ടാമതായിട്ട് നമ്മളെ ഫാമിലിയിൽ നമ്മളെ കൂടെ ഉള്ളത് പാത്തുവാണ്. അലമ്പ് കാണിക്കില്ലേ, ഞാൻ വീഡിയോ എടുക്കാണ്ടില്ലേ. രണ്ടാമതുള്ളത് അത് പാത്തുവാണ്. പാത്തുവിന് പാത്തു എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫിൻ്റെ സിസ്റ്റർ ഉണ്ട്. അപ്പോൾ അവൾക്ക് ഇതേമാതിരി അവളുടെ ഹസ്ബൻഡ് കൊടുത്തതാണ് പാത്തുവിനെ. അപ്പോൾ ഇവൾക്ക് രണ്ട് പിള്ളേരും ഉണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരു സമയത്തും പിന്നെ നമ്മൾ ഒരാളെ അതായത് ഒരു ക്യാറ്റിനെ വേണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു അവളിങ്ങനെ ചോദിച്ചത്, പാത്തുവിന് ഇങ്ങനെ വേണോ, അതായത് എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പാത്തുവിനെ അങ്ങെടുത്തു നമ്മുടെ കുട്ടിയായിട്ട്. സോ പിന്നെ ഇവിടെ പാത്തുണ്ട്. മൂന്നാമതൊരാൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അയാൾ വന്ന കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്തുവിൻ്റെ ഡ്രൈ ഫുഡ് കഴിഞ്ഞു. അപ്പോൾ ഷെഫിൻ്റെ ഓഫീസിൻ്റെ അടുത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്, വെറ്റിനറി ഹോസ്പിറ്റലുണ്ട്. അപ്പം നമ്മളവിടെ ഡ്രൈ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരാൾ റോഡ് സൈഡിലുണ്ട്. ഇതിന് മുന്നേ ഷെഫിനിങ്ങനെ ഒരു ഡോഗിനെ വാങ്ങണം, ഒരാളും കൂടെ വേണം. ഇവിടെ അപ്പുറത്ത് നമ്മൾ വീടിന് കുറച്ച് അപ്പുറത്ത് ഒരു ഹസ്കി ഉണ്ടായിരുന്നു, ചെറുത് തന്നെയാണ്, 1 മാസം 1.5 മാസം അങ്ങനെയുള്ളൂ. പിന്നെ ഇങ്ങനെ വാങ്ങണം നിർബന്ധം പിടിച്ച് നിൽക്കായിരുന്നു. ഞാൻ എന്താ സമ്മതിച്ചില്ല, എന്ത് മുടക്കി. അപ്പോൾ വേണ്ട വിചാരിച്ചിങ്ങനെ നിൽക്കായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മളൊരാളെ കണ്ടു. ഒരു ഇത്തിരി പോകുന്നൊരു കുഞ്ഞൻ, എല്ലാ വണ്ടീൻ്റെ ഉള്ളിലൊക്കെ കയറി ഫുൾ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ. അപ്പോൾ അവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ, കടക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ ഇന്ന് രാവിലെ തൊട്ട് കാണാൻ തുടങ്ങിയതാണ്, ആരോ കൊണ്ടുപോയിട്ടാ തോന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വെറുതെ ഒന്ന് എടുത്തു നോക്കിയതാ, ഒന്ന് കുജിക്കാൻ വേണ്ടിയിട്ട്. എടുത്തു നോക്കിയപ്പോൾ പിന്നെ എനിക്കൊരുമാതിരിയായിപ്പോയി. ഭയങ്കര വിഷമം, എന്താ പറയുക, ഒരു ഉള്ളിലിങ്ങനെ കുത്തുക. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ. അപ്പം ഞാൻ ഷെഫിനെ അങ്ങ് നോക്കി. അപ്പോൾ ഷെഫിനും പറഞ്ഞു ഓക്കെ നമുക്ക് എടുക്കാം, ഇനിയിപ്പോൾ എന്താ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തെ ഇങ്ങനെ എടുത്തു. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ആളെ. ഇതുവരെ ഞാൻ പേര് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഞാൻ കുറേ ആലോചിച്ചിട്ടോ, പേരൊക്കെ എങ്ങനെ ആലോചിച്ചിട്ടും എനിക്കൊരു പേര് കിട്ടില്ല. എനിക്കാണെങ്കിൽ ഇവരെ പേര് രണ്ടുപേര് പേരിങ്ങനെയല്ല. അപ്പം എനിക്കങ്ങനെ മലയാള തനിമ വേണ്ട, പക്ഷെ മലയാളത്തിലൊരു പേര് വേണം എന്നൊക്കെ വിചാരിച്ചു. ഞാൻ കുറേ ആലോചിച്ചിട്ട് പിന്നെ പെട്ടെന്ന് എനിക്ക് ഒരു പേരങ്ങ് തടഞ്ഞു. വലിയ സംഭവമൊന്നുമല്ല പേര്, ഇനി അത് വിചാരിച്ച് നിൽക്കണ്ട. ആ പേര് ശംഭു എന്നാണ്. അവർക്ക് തോന്നിയത് ഇടാന്ന്. ഇനിയിപ്പോൾ ആളെ സ്വഭാവം പറയാം. ആളിത്തിരി പോകുന്നൊരു കുഞ്ഞനാണ്, ഭയങ്കര ഒച്ചയും ബഹളമാണ്. ഇവിടെ ഇവർ രണ്ടുപേരും ഈ വീട്ടിൽ എത്ര കാലം നിന്നിട്ട് നമ്മൾ എവിടെ പോയാലും ഇവർ രണ്ടുപേരും നമ്മളെ കൂടെ ഉണ്ടല്ലോ, ആർക്കും തോന്നില്ല ഇവിടെ ഇങ്ങനെ 2 ആൾക്കാരുണ്ട് എന്നുള്ളത്. ആർക്കും തോന്നില്ല, അത്രയ്ക്ക് സൈലൻസ് ആണ്. പാത്തു കരയേയില്ല. പാത്തു ആകെ കുളിപ്പിക്കുമ്പോൾ മാത്രം കരയും, കാരണം അവൾക്ക് വെള്ളം പേടിയാണ്. ജൂണോ കുരയ്ക്കേയില്ല. അവളോട് കുരയ്ക്കാൻ വേണ്ടി പറഞ്ഞാൽ മാത്രമേ അവൾ കുരയ്ക്കുള്ളൂ. അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ കളിക്കുമ്പോൾ ടോയ് ഇങ്ങനെ കൊടുക്കാതെ ഇങ്ങനെ പിടിച്ച് വെക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വന്നിട്ട് കുരയ്ക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു സൗണ്ട് ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാറില്ല. ഇപ്പോൾ വന്ന ആള് രാത്രിയെന്നില്ല പകലെന്നില്ല, ഒച്ചയും ബഹളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശംഭുവിനെ കാണിച്ചിട്ടോ. ഇതാണ് ശംഭു. ശംഭുവിൻ്റെ മറ്റൊരു ഹോബി, ആദ്യം ഇതാണ് ശംഭുവിൻ്റെ പരിപാടി, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുക. അയ്യോ ഒരു മിനിറ്റ്, ഇതാ പരിപാടി. ഇങ്ങനെ ഭയങ്കര ഒച്ചയും ബഹളവും, ഇങ്ങനെ കരഞ്ഞ് കലമ്പൊക്കെ ഇങ്ങനെ നടക്കുക ചെക്കനെ. ഇവിടെ വേറെ എത്ര ആൾക്കാരെ നോക്കാൻ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കണ്ടോ, നമ്മൾ കരയുമ്പോൾ വിചാരിക്കും എന്തോ പറ്റിയെന്ന്.
വിശക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ഫുഡിന് മുന്നേ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വിശപ്പല്ല, വെറുതെ കരയുക. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ മടി കയറിയിരിക്കണം. എന്നിട്ട് ഇങ്ങനെ അവിടെ കിടന്നുറങ്ങുക. നമുക്കൊരു പണിയും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇതുപോലത്തിന് രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ഇങ്ങനെ നമ്മുടെ ആദ്യം കയ്യിൻ്റെ ഇവിടെ ഈ ഭാഗമായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ വിചാരിച്ചു ഇവിടെ സോഫ്റ്റ് ആയതുകൊണ്ടായിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ സക്ക് ചെയ്യുക. അവൻ്റെ അമ്മയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ സക്ക് ചെയ്യുക. രാത്രി കൊണ്ടുവന്ന് കാരണം നമ്മളെ കൂടെയാണ് ജൂണോ പാത്തൊക്കെ ഉറങ്ങണത്. അപ്പോൾ ഇവന് പുതിയൊരു സ്ഥലമല്ലേ, ഇവർക്ക് പുതിയ സ്ഥലമാകുമ്പോൾ കുറച്ച് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. റെഡി ആയി വരണം. നമ്മളെ കൂടെ കിടത്തിയിട്ട് ചെറുക്കന് ഒരു ഉറങ്ങുന്നതിന് കുഴപ്പമില്ല. ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ബഹളം, ഇങ്ങനെ മീ പൂ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെ ഇങ്ങനെ സക്ക് ചെയ്യുക, ഭയങ്കര സക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പാവല്ലേ ചെയ്തോട്ടെ നേരിച്ചു. പക്ഷെ അതിന് ശേഷം രാത്രി എന്നില്ല, പകലെന്നില്ല, ഉച്ചയാണേലും എപ്പോഴും തന്നെ പണി. ഇത് പോരാത്തതിന് ജൂണോ കുറച്ചൊക്കെ ഫ്രണ്ട്ലിയാണ്. ജൂണോയ്ക്ക് അങ്ങനെ കളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ആളുടെ കൂടെ. പക്ഷെ ജൂണോൻ്റെ സൈസൊക്കെ കണ്ടിട്ട് ഇവന് പേടിയാണ്. അപ്പോൾ ഇവൻ ജൂണോനോട് ചീറ്റും ഇവളടുക്കുമ്പോഴത്തേക്ക്. പാത്തു ആളെ കൊണ്ടുവന്ന ഫസ്റ്റ് ഡേ, അന്ന് ഒരു വൈകുന്നേരം രാത്രി എപ്പോഴാണ് നമ്മൾ ആളെടുത്തോണ്ട് വന്നത്. അന്ന് രാത്രി ഓൾ ഫുഡ് കഴിച്ചില്ല. അവൾക്ക് വെറ്റ് ഫുഡ് അത്ര ഇഷ്ടമാണ്. എന്നിട്ട് ആ കുട്ടി ഫുഡ് കഴിച്ചില്ല. ആലോചിക്കണം. രാവിലെ ഫുഡ് കഴിച്ചില്ല. പാത്തുൻ്റെ ന്യൂട്രിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് അവൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. അവൾ കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ഇങ്ങനെ വരികയാണ്. ഭയങ്കര സ്നേഹം. പാത്തുവിന് നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 year ആയി. ജൂണോ 2 വർഷമായി. ജൂണോയ്ക്ക് 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് അവസ്ഥ. പാത്തു പിന്നെ അന്ന് രാത്രി നമ്മുടെ കൂടെ കിടന്നില്ല. ജൂണോ എന്നും എൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കണതാ. അവൾ അന്ന് എൻ്റെ അടുത്ത് കിടന്നില്ല. കാരണം ഇവൻ അവളോട് ചീറ്റയല്ലേ, പാത്തു ആണെങ്കിൽ അവനോട് ചീറ്റ. അങ്ങനെ അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ജൂണ് മാറി കിടന്നപ്പോൾ ജൂണോട് ഷെഫിൻ്റെ അടുത്ത് പോയി കിടക്കണം. അപ്പോൾ എനിക്കിങ്ങനെ എന്താ ഇവളിങ്ങനെ കാണിക്കണേ അങ്ങനെയൊക്കെ തോന്നി. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഷെഫിൻ്റെ അടുത്ത് കിടക്കും. എന്നിട്ട് ഒരു ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്തുനിന്ന് കിടക്കും. അതായത് ഇവൻ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എൻ്റെ അടുത്തുനിന്ന് കിടക്കും. കാരണം അല്ലെങ്കിൽ ഇവളെ കാണും, അപ്പം പാനിക്കാവും, ഇവൻ ചീറ്റും. അപ്പോൾ ഇവൾക്ക് വിഷമമായതുകൊണ്ടോ പേടിയായതുകൊണ്ടോ എന്തോ അങ്ങനെ നിൽക്കും. പാത്തു പിന്നെ അടുപ്പിക്കുന്നില്ല. പാത്തു ഇവനെ കാണുമ്പോൾ ചീറ്റുക. എന്നാൽ പാത്തുവിനോട് ഇവൻ ചീറ്റുന്നില്ല. ഇവൻ പാത്തുവിനെ കാണുമ്പോൾ ഇങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ പാവമായിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെയൊക്കെ അങ്ങനെ ഫുള്ളിപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാണ്. നമ്മളിപ്പോൾ ആൾക്ക് ഡിവാമിങ് ഒക്കെ ചെയ്ത് തിങ്കളാഴ്ച ന്യൂട്ര ചെയ്യാനൊക്കെ പോവാണ്. ന്യൂട്രല്ല, വാക്സിനേഷനൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവരുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലുണ്ടാവും. സംഭവം ഞാനതാണ് പറയാവുന്നത്. ഓക്കെ, അതാണ് സംഭവം. അപ്പോൾ ഓക്കെ, ബൈ.